ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കാസർഗോഡ് മദ്രസ അധ്യാപകനായിരുന്ന റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടു. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. RSS പ്രവർത്തകരായ അഖിലേഷ്, നിതിൻ, അജേഷ് എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. വിധി നിരാശാജനകമെന്നും നീതി ലഭിച്ചിട്ടില്ലെന്നും റിയാസ് മൗലവിയുടെ ഭാര്യ സൈദ പറഞ്ഞു. ഭയങ്കര പ്രതീക്ഷ ഉണ്ട് എനിക്ക് കോടതിന് മേലെ. ഇത് പറയാൻ കിട്ടുന്നില്ല. എന്തും കോടതിയുടെ കണ്ടെത്തൽ ദൗർഭാഗ്യകരമെന്നും അപ്പീൽ നൽകുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിദ് പ്രതികരിച്ചു. അതേസമയം 3 യുവാക്കൾക്ക് നീതി ലഭിച്ചു എന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകൻ സി സുനിൽകുമാറിന്റെ മറുപടി. വിധിയാണ്, ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം 1 മുതൽ 3 വരെ പ്രതികൾക്കെതിരായിട്ട് സ്ട്രോങ് എവിഡൻസ് ഉള്ള കേസാണ്. അതിൽ ഏത് ന്യായീകരണം പറഞ്ഞു കഴിഞ്ഞാലും 1-ാം പ്രതിക്കെതിരായ 100% തെളിവുകൾ, DNA അടക്കമുള്ള തെളിവുകൾ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കത്തക്കതായ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ നിരത്തിയിട്ടുണ്ട്. 2-3 പ്രതികൾക്കെതിരെയും അനേകം തെളിവുകൾ, 27 റിക്കവറി ബ്ലഡ്, അതുപോലെ തന്നെ റിയാസ് മൗലവി, ഒന്നര കൊല്ലപ്പെട്ട റിയാസ് മൗലവിയുടെ ബ്ലഡ്, അത് 1-ാം പ്രതിയുടെ മുണ്ടിലും ഷർട്ടിലും ഉണ്ടായത് അതെങ്ങനെ വന്നു എന്ന് പോലും പ്രതിഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാത്തൊരു കേസാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൽ ഇതുപോലൊരു വിധി എന്ന് പറഞ്ഞാൽ തികച്ചും ദൗർഭാഗ്യം. കൂടുതൽ വിവരങ്ങൾ അരുൺ പാറയ്ക്കൽ നൽകും കാസർഗോഡ് നിന്ന്. അരുൺ, ഈ ഉത്തരവിന്റെ പകർപ്പ് ലഭ്യമായിട്ടുണ്ടോ? എന്തൊക്കെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ 3 പ്രതികളെ വിചാരണ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്? വിജയകുമാർ, ഈ വിധിയുടെ പകർപ്പ് ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വിധി പകർപ്പ് ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒറ്റ വരി മാത്രമായിരുന്നു വിധി പ്രസ്താവം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അതായത് 3 പ്രതികളെയും ഈ കേസിൽ വെറുതെ വിടുന്നു എന്നുള്ളതാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി KK ബാലകൃഷ്ണൻ വിധി പ്രസ്താവത്തിനിടെ പറഞ്ഞത്. മറ്റൊരു കാര്യം പോലും, അതായത് ഈ കേസിനെ കുറിച്ച് മറ്റൊരു കാര്യം പോലും വിധിയിൽ പരാമർശിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും അതിനുശേഷം 3 പ്രതികളും പുറത്തേക്കിറങ്ങി. ആ സമയം തന്നെ റിയാസ് മൗലവിയുടെ ഭാര്യ സൈദ കോടതിയിൽ പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യമുണ്ടായി. കോടതിയിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ തങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നാണ് ഭാര്യയുടെ പ്രതികരണമുണ്ടായത്. ഒപ്പം തന്നെ ആക്ഷൻ കമ്മിറ്റിയും, അതായത് റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഒരു ആക്ഷൻ കമ്മിറ്റിയാണ്. ആക്ഷൻ കമ്മിറ്റി പ്രതിനിധികളും സമാന രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുമായി സംസാരിച്ചിരുന്നു. നിരവധി തെളിവുകൾ, അതായത് 100-ലേറെ തെളിവുകൾ ഹാജരാക്കി. ഒപ്പം ഐ വിറ്റ്നസ് ഈ കേസിൽ ഉണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. പക്ഷേ DNA ഉൾപ്പെടെയുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു. റിയാസ് മൗലവിയുടെ രക്തം ഈ 1-ാം പ്രതിയുടെ ഷർട്ടിലും മുണ്ടിലുമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയതാണ്. പ്രതിഭാഗത്തിന് പോലും അതിനെ തള്ളിപ്പറയാനോ അതിനെ മറികടന്നുകൊണ്ട് മറ്റൊരു വാദം ഉന്നയിക്കാനോ കഴിഞ്ഞില്ല എന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി. പക്ഷേ എന്തുകൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു വിധി പ്രസ്താവം നടത്തിയത് എന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിക്കുന്നത്. എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് കടക്കും. ഇതിപ്പോൾ വിധി പകർപ്പ് ലഭിച്ചതിന് ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. എന്തായാലും ശക്തമായ സുരക്ഷ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കോടതി പരിസരത്താണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ആ പോലീസ് വാഹനങ്ങളൊക്കെ കാണാൻ സാധിക്കും. ശക്തമായ സുരക്ഷയായിരുന്നു ഈ വിധിക്ക് മുൻപ് ഈ കോടതി പരിസരത്ത് ഏർപ്പാടാക്കിയിരുന്നത്. എന്തായാലും അതിനുശേഷം ഒരു വരിയിൽ മാത്രം ജഡ്ജി വിധി ഒതുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ഈ പ്രതിഭാഗം അഭിഭാഷകൻ സംസാരിച്ചിരുന്നു. മൂന്ന് ചെറുപ്പക്കാരെ അനധികൃതമായി പോലീസിന്റെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി തടവിലിട്ട ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത്. എന്തായാലും അവർക്ക് നീതി ലഭിച്ചു എന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ ഈ വിധിക്ക് ശേഷം വിധി പ്രസ്താവം കഴിഞ്ഞതിന് ശേഷം പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കുടുംബവും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും ആക്ഷൻ കമ്മിറ്റിയുമെല്ലാം ഒരേ നിലപാടെടുക്കുന്നു. ശക്തമായ തെളിവുകൾ, സാഹചര്യ തെളിവുകളൊക്കെ കേസിലുണ്ടായിരുന്നു. പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിധി ഉണ്ടായതെന്ന് അറിയില്ല. അത് ദൗർഭാഗ്യകരമാണ്. നീതി ലഭിച്ചില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഡോക്ടർ എ ശ്രീനിവാസ് ആയിരുന്നു അന്നത്തെ ക്രൈംബ്രാഞ്ച് SP ആയിരുന്നു കേസ് അന്വേഷിച്ചത്. ശക്തമായ തെളിവുകൾ, എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയതാണ്. എന്തായാലും വിധിപ്പകർപ്പ് ലഭിക്കട്ടെ. അത് കൈവശം ലഭിച്ചതിന് ശേഷം, അത് പഠിച്ചതിന് ശേഷം കൂടുതൽ പ്രതികരണം എന്നാണ് ഡോക്ടർ എ ശ്രീനിവാസന്റെയും ഒരു ഭാഗം ഉണ്ടായിരുന്നത്. എന്തായാലും വിധിപ്പകർപ്പ് അല്പസമയത്തിനകം ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയകുമാർ. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭ്യമായിട്ടില്ല. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് പ്രതികളെ കോടതി വെറുതെ വിട്ടത്
എന്നത് കോടതി ഉത്തരവിൻ്റെ പൂർണ്ണരൂപം പുറത്തുവരുമ്പോഴേ അറിയൂ. എന്തായാലും അപ്പീൽ നൽകും എന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട്. തുടർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് റിയാസ് മൗലവിയുടെ കുടുംബവും അറിയിക്കുന്നു. പ്രോസിക്യൂഷനും മേൽക്കോടതിയെ സമീപിക്കും എന്ന തീരുമാനം ഇതിനോടകം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. കോൺഗ്രസിനെതിരെ നടപടി തുടർന്ന് ആദായ നികുതി വകുപ്പ്. ഇന്നലെ 2 നോട്ടീസ് കൂടി ലഭിച്ചെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. അതേസമയം നികുതി കുടിശ്ശികയിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായ ആദായ നികുതി വകുപ്പിന്റെ നടപടികളിൽ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരത്ത് ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ ധാരണ സംഘടിപ്പിച്ചു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. നിതിൻ, ഇന്നലെ 2 നോട്ടീസ് കൂടി കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ സമയത്തെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്? ജയറാം രമേശിന്റെ വാർത്താ സമ്മേളനത്തിൽ അതിന്റെ വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടോ? വിജുമാർ, 2020-21, 21-22 സാമ്പത്തിക വർഷങ്ങളിലെ ആദായ നികുതി വകുപ്പാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നികുതിയും കുടിശ്ശികയും പിഴയും അങ്ങനെ ചുമത്തണമെന്നാവശ്യപ്പെട്ടാണ്, അല്ലെങ്കിൽ അടക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പക്ഷേ എത്ര തുകയാണ് സംബന്ധിച്ച് ജയറാം രമേശ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. അത് പിന്നീട് വെളിപ്പെടുത്താമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിലായി ഇപ്പോൾ 2 നോട്ടീസ് കൂടി ലഭിച്ചതോടെ ഇതോടെ 10 നോട്ടീസുകളാണ് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത്. 1823 കോടി രൂപയുടെ നോട്ടീസ് ലഭിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിനുശേഷം വലിയ പ്രതിഷേധം, രാജ്യവ്യാപക പ്രക്ഷോഭം കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇന്നലെ വൈകിട്ട് വീണ്ടും 2 നോട്ടീസുകൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും നിയമപരമായി ഇതിനെ നേരിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റന്നാൾ സുപ്രീം കോടതിയെ കോൺഗ്രസ് സമീപിക്കും. ഓരോ ദിവസവും ആദായ നികുതി ഭാഗത്തുനിന്നും നോട്ടീസുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ലഭിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ലഭിച്ചില്ല എന്ന ഒരു ആശ്ചര്യമാണ് തങ്ങൾക്ക് തോന്നുക എന്നൊരു പരിഹാസ രൂപേണയാണ് ഇന്നത്തെ ഈ ആദായ നികുതി വകുപ്പിന്റെ നടപടിയെ കോൺഗ്രസ് പ്രതികരിച്ചത്. എന്തായാലും ശക്തമായ പ്രതിഷേധം അത് രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാനാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടിരുന്നു. അതിനുശേഷമാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും മറ്റന്നാൾ ഇതുമായി ബന്ധപ്പെട്ട് ഹർജി സമർപ്പിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെയും സമാനമായി തന്നെ കൂടുതൽ നടപടികൾ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. ഇതിനെതിരെയും വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഏത് നിലയിൽ സംഘടിപ്പിക്കണമെന്ന് സംബന്ധിച്ച് ഇപ്പോൾ ചർച്ചകൾ എന്തായാലും ഇന്ത്യ സഖ്യത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. CPI-ക്കും CPIM-നും തൃണമൂൽ കോൺഗ്രസ് നേതാവിനും കഴിഞ്ഞ ദിവസം സമാനമായി തന്നെ ആദായ നികുതി വകുപ്പിന്റെ നടപടി നേരിട്ടിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യം ശക്തമായി പ്രതിഷേധമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിലായി കോൺഗ്രസിനാണ് ഇപ്പോൾ 2 നോട്ടീസുകൾ കൂടി ലഭിച്ചിരിക്കുന്നത്. നിതിൻ, ഇതിൽ ഡൽഹി ഹൈക്കോടതിയിൽ കോൺഗ്രസിന്റെ ഹർജി അത് അനുവദിച്ചിട്ടില്ല. മേൽക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ എന്തായിരിക്കും കോൺഗ്രസ് ഉന്നയിക്കാൻ പോകുന്ന വാദം? ഇതിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്ന ആസൂത്രിതമായ നീക്കം എന്ന രാഷ്ട്രീയ നിലപാട് തന്നെയായിരിക്കുമോ കോടതിയിലും ഈ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി കോടതിയിലേക്ക് പോകുമ്പോഴും ഉന്നയിക്കുക കോൺഗ്രസ്? എന്താണ് ജയറാം രമേശ് ഈ നിയമ പോരാട്ടത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്? വിജയകുമാർ, അത്തരത്തിലാണ്. കാരണം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനെ സാമ്പത്തികമായി തകർക്കുക എന്ന് ലക്ഷ്യം വെച്ചാണ് ആദായ നികുതി വകുപ്പിന്റെ നടപടി എന്നാണ് കോൺഗ്രസ് എന്തായാലും സുപ്രീം കോടതിയിലടക്കം ഇത് ഉന്നയിക്കാൻ സാധ്യതയുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിയമോപദേശത്തെയാണ് കോൺഗ്രസ് ലഭിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് 1823 കോടി രൂപയുടെ കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, 93-94 കാലയളവ് സീതാറാം കേസിയുടെ കാലയളവിൽ 54 കോടി രൂപയാണ് ഇപ്പോൾ പിഴ ചുമത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള നടപടിയടക്കം ഇപ്പോൾ ആദായ നികുതി വകുപ്പ് സ്വീകരിക്കുന്നു. അതിൻ്റെതായ നോട്ടീസുകൾ ഈ ഘട്ടത്തിലാണ് ലഭിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ അതെല്ലാം ചോദ്യം ചെയ്തുള്ള ഒരു ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. അതോടൊപ്പം കോൺഗ്രസിനെ സാമ്പത്തികമായി തകർക്കുക, ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ് BJPയുടെ ഭാഗത്ത് നടക്കുന്നത്. അതിന്റെ രാഷ്ട്രീയമായി തന്നെ നേരിടുന്നതിനപ്പുറം തന്നെ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ, നിയമ നടപടികൾ സ്വീകരിക്കുന്ന നടപടികൾ ആരംഭിച്ചു എന്ന് കോൺഗ്രസിന് വ്യക്തമാക്കിയിട്ടുണ്ട്. വിജയകുമാർ. യെസ്, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ 2 നോട്ടീസ് കൂടി ലഭിച്ചു കോൺഗ്രസിന് ആദായ നികുതി വകുപ്പിൽ നിന്നെന്നാണ് ജയറാം രമേശ് പറഞ്ഞത്. രാജ്യവ്യാപകമായി പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസ്. തിരുവനന്തപുരത്ത് ആദായ നികുതി വകുപ്പ് ഓഫീസിന് മുന്നിലാണ് കോൺഗ്രസിന്റെ പ്രതിഷേധ ധാരണ നടക്കുന്നത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം.
സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കൂടുതൽ സ്ഥാനാർത്ഥികൾ. ആറ്റിങ്ങലിൽ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ, പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്, ചാലക്കുടിയിൽ C രവീന്ദ്രനാഥ്, മലപ്പുറത്ത് V വസീഫ്, കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവൻ എന്നിവരെന്ന് പത്രിക നൽകി. നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനു പിന്നാലെ മറ്റ് ആം ആദ്മി പാർട്ടി നേതാക്കളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ED. ഡൽഹി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് EDക്ക് മുന്നിൽ ഹാജരായി. അതിനിടെ കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് നാളെ ഡൽഹിയിൽ നിശ്ചയിച്ചിട്ടുള്ള സമരം ശക്തി പ്രകടനമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി. സഖ്യകക്ഷികളുടെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും. R രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ആർക്കെ, ഈ കൂടുതൽ ആളുകളിലേക്ക് ED എത്തുന്നു, ഡൽഹി മന്ത്രിമാരിലേക്ക്. എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത നീക്കം? ഈ കേസിൽ ഇനിയും അറസ്റ്റ് ഉണ്ടാകും എന്ന സൂചനയാണോ ഇത് നൽകുന്നത്? വിജയൻ, തീർച്ചയായിട്ടും അങ്ങനെ പറയേണ്ടി വരും. കാരണം EDയുടെ ഭാഗത്ത് നിന്നുണ്ടായ നീക്കം ഏറ്റവും അവസാനത്തെ പ്രതിയെ അല്ല അരവിന്ദ് കെജ്രിവാൾ എന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കുന്നതാണ്. അശോക് ഗെഹ്ലോട്ടിന് ഈ കേസുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും നടന്ന ഗൂഢാലോചനയുടെ ദൃക്സാക്ഷിയാണ് അശോക് ഗെഹ്ലോട്ട് എന്നും വിവരിക്കുന്ന വിധത്തിലാണ് EDയുടെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ED ആവശ്യപ്പെട്ടത് അദ്ദേഹത്തോട് ഇന്ന് ഹാജരാകാനാണ്. ഇന്ന് ഹാജരായില്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയും നിലനിന്നിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു അവസ്ഥ ഒഴിവാക്കി നേരിട്ട് ED ഓഫീസിലേക്ക് ഹാജരാകുക എന്ന വിധത്തിലേക്ക് എത്തിക്കാൻ പോലും, ഈ സമ്മർദ്ദം ശക്തമാക്കാൻ പോലും EDക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ നടപടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നമുക്കറിയാം, അരവിന്ദ് കെജ്രിവാൾ 9 തവണ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ മറ്റ് നേതാക്കളൊക്കെ സമൻസ് ലഭിച്ചിട്ടും പലതവണയും ഹാജരാകാതിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സമ്മർദ്ദത്തിലായിരിക്കുന്നു ഈ EDയുടെ സമൻസ് എന്നത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇതിനെ നിയമപരമായി നേരിടുക എന്നതിലുപരി രാഷ്ട്രീയമായിട്ട് കൂടി കൂടുതൽ ശക്തമായിട്ട് പ്രതിരോധിക്കുക എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഓരോ കരുനീക്കങ്ങളും ഉണ്ടാകുന്നത്. നാളെ നടക്കുന്ന ഇന്ത്യ മുന്നണി ഘടകകക്ഷികളുടെ പ്രതിഷേധം അത് ഏറ്റവും വലിയ രീതിയിൽ ഡൽഹി രാംലീല മൈതാനത്ത് സംഘടിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളും അതിനു വേണ്ടിയിട്ടാണ് ലക്ഷ്യമിടുന്നത്. ഇതിന് ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം ഈ ഇന്ത്യ മുന്നണി ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങളിൽ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ കൂടി വന്നതോടുകൂടി കോഴ വേടിച്ചാണ് ഈ ആരോപണത്തിന്റെ ഭാഗമായിട്ട് നിന്ന പലരെയും BJP രക്ഷിച്ചത് എന്ന ഒരു പ്രതീതി കൂടി ഉണ്ടാക്കാനായി പ്രചരണ രംഗത്ത് ഇന്ത്യ മുന്നണിക്ക് സാധിക്കും എന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്ന വിധത്തിൽ നാളത്തെ പ്രതിഷേധം ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാനായിട്ടുള്ള തീരുമാനമാണ് വിജയൻ ഇപ്പോൾ ഇന്ത്യ മുന്നണി കൈക്കൊണ്ടിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ ശക്തമായിട്ട് പ്രാദേശിക തലങ്ങളിലടക്കം പ്രചരണ പരിപാടികളായിട്ട് ഇപ്പോൾ നടത്തി വരികയാണ്. ഡൽഹിയിലെ, പഞ്ചാബിലെ, രാജസ്ഥാനിലെ, ഒപ്പം സമീപ മേഖലകളിൽ നിന്ന്, ഉത്തർപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന്, ഹരിയാന ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്ന് സാധ്യമായ പരമാവധി പ്രവർത്തകരെ ഡൽഹിയിലെ രാംലീല മൈതാനത്ത് എത്തിക്കുകയും പ്രതിഷേധം ശക്തമായിട്ട് ഉന്നയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തന്ത്രം. വിജയ്, ഡൽഹി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ടാണ് EDക്ക് മുന്നിൽ ഹാജരായത്. കൈലാഷ് ഗെഹ്ലോട്ട് വിജയ് നായർ, ഈ കേസിലെ പ്രധാന പ്രതി വിജയ് നായരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഈ ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ, നയരൂപീകരണ സമിതിയിൽ അംഗമായിരുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ED മുന്നോട്ട് വയ്ക്കുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷം തുടർ നടപടികൾ ഉണ്ടായേക്കും എന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. R രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന പരാതിയിൽ തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയോട് വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയിൽ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് വിശദാംശങ്ങളില്ലെന്നും വ്യാപകമായി മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു എന്നുമാണ് LDFന്റെ പരാതി. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്ന്. സൂരജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പരാതിയിൽ തുടർ നടപടികൾ എന്തായിരിക്കും? വിജയകുമാർ, ഈ പ്രധാനമായും ഈ സ്ഥാനാർത്ഥി നൽകിയ അഭ്യർത്ഥനയിൽ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സംബന്ധിച്ച വിവരങ്ങൾ ഇല്ല എന്നുള്ളതിലാണ് ഇപ്പോൾ ഈ വിശദീകരണം തേടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു എന്നത് കാട്ടിയും LDF പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ആദ്യം നൽകിയ പരാതിയിൽ, അതായത് പ്രിന്റിംഗ് സംബന്ധിച്ച പരാതിയിലാണ് ഇപ്പോൾ ഈ വിശദീകരണം തേടിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലയിലെ മുഖ്യ ഭരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച് ഉള്ള വിശദീകരണം തേടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രിന്റിംഗ് സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാതെ ഇരുന്നതെന്ന് സംബന്ധിച്ച് വിശദീകരണം നൽകണം എന്നുള്ളതാണ് പ്രധാനമായും
പ്രധാനമായും ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK വത്സരാജാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ NDA സ്ഥാനാർത്ഥി തുടർച്ചയായി മതചിഹ്നങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ചില വാഗ്ദാനങ്ങൾ നൽകുന്നു, മതസ്പർദ്ധ പരത്താനുള്ള ഒരു ശ്രമം അത് മണ്ഡലത്തിൽ നടത്തുന്നു എന്ന് കാണിച്ചുകൊണ്ടും ഇടതുമുന്നണി പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയും തുടർ നടപടി സ്വീകരിച്ചു വരികയാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് തുടർച്ചയായി ഈ ചട്ടലംഘനത്തിന് പരസ്പരം സ്ഥാനാർത്ഥികൾ ഈ പരാതി നൽകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നേരത്തെ സുനിൽകുമാറിനെതിരെ NDA നൽകിയ പരാതിയിന്മേൽ, അതായത് ടൊവിനോയുടെ ചിത്രം ഉപയോഗിച്ച് നടത്തിയ പ്രചാരണം നടത്തിയെന്ന പരാതിയിൽ സുനിൽകുമാറിന് ഇനി ഈ ചിത്രം ഉപയോഗിക്കരുതെന്ന് സംബന്ധിച്ച കർശനമായ താക്കീത് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരായ ചട്ടലംഘന പരാതിയിൽ ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്നത്. വിജയകുമാർ. യെസ്, സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയിൽ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് വിശദാംശങ്ങളില്ല, വ്യാപകമായി മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് LDFന്റെ പരാതിയിൽ പറയുന്നത്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് കുറവില്ല. ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ കാട്ടാന പശുവിനെ ആക്രമിച്ചു. ദേവികുളം ടൗണിൽ ഇറങ്ങിയ പടയപ്പയെ ഇനിയും ജനവാസ മേഖലയിൽ നിന്ന് തുരത്താൻ കഴിഞ്ഞിട്ടില്ല. തൃശൂർ തെക്കുംകര മേലില്ലത്ത് കാട്ടാന വാഴകൃഷി വ്യാപകമായി നശിപ്പിച്ചു. നേര്യമംഗലത്ത് കാട്ടുപോത്തിറങ്ങിയതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. പാലക്കാട് കുഴൽമന്ദത്ത് 2 കാട്ടുപന്നികളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും സുരേഷ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാഹുൽ, ഈ ജനവാസ മേഖലയിൽ നിന്ന് പടയപ്പയെ ഇനിയും തുരത്താൻ കഴിഞ്ഞിട്ടില്ലേ? ഇപ്പോഴും ആ മേഖലയിൽ തുടരുകയാണോ? എന്താണ് വനംവകുപ്പിന്റെ നീക്കങ്ങൾ? അവിടെ വനംവകുപ്പിനെതിരെ വലിയ പരാതി നാട്ടുകാർ ഇന്നും ഉന്നയിക്കുന്നുണ്ടല്ലോ. പടയപ്പയെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായി വനംവകുപ്പ് തന്നെ കാണുന്നില്ല. അത് നമ്മളോട് തന്നെ നേരിട്ട് അവർ വ്യക്തമാക്കുകയും ചെയ്തതാണ്. കാരണം മൂന്നാർ മേഖലയിൽ വനമേഖല തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ ജനവാസ മേഖലയിൽ കറങ്ങും. അത് അക്രമ സ്വഭാവത്തിലേക്ക് പോകാതിരിക്കുക, കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളൊരു നടപടി, അതിനുവേണ്ടി RRT അംഗങ്ങൾ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ വനംവകുപ്പിന് മുന്നിലുള്ളൂ. എന്തായാലും ചിന്നക്കനാലിലാണ് ഇപ്പോൾ ചക്കക്കൊമ്പൻ വലിയ തരത്തിലുള്ള പ്രശ്നമുണ്ടാക്കുന്നത്. ഇന്നലെയും ഒരു പശുവിന് നേരെ ആക്രമണം നടത്തി. പശുവിന്റെ നടുവ് തളർന്നുപോയി എന്നുള്ളതാണ് ആരോപണമായി പരാതിയായി ഉയർന്നിരിക്കുന്നത്. സരസമ്മ എന്ന് പറയുന്ന ആളുടെ പശുവിനാണ് ആക്രമണം ഏൽക്കേണ്ടി വന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ ചിങ്കുകണ്ടം ഭാഗത്ത് ഈ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായി സ്ഥിരമായി ചക്കക്കൊമ്പൻ ആക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിനെതിരെയാണ് പ്രതിഷേധം. മാത്രമല്ല, നേര്യമംഗലത്ത് ഇന്നലെ വൈകിട്ട് കാട്ടുപോത്തിറങ്ങി. കുമളി സ്പ്രിംഗ് വാലിയിൽ ഇന്നലെ കാട്ടുപോത്ത് ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. പരിക്കേറ്റ ആൾക്ക് നഷ്ടപരിഹാരം ആ കുടുംബത്തെ വനംവകുപ്പ് ഏറ്റെടുക്കണം എന്നീ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വലിയ പ്രതിഷേധ പരിപാടി സ്പ്രിംഗ് വാലിയിൽ നടക്കുകയാണ്. അങ്ങനെ ഇടുക്കിയിൽ ആകെ മൊത്തം വന്യജീവി ആക്രമണത്തിന്റെയും വന്യജീവി ശല്യത്തിന്റെയും പ്രശ്നങ്ങൾ അതിന്റെ ഏറ്റവും സങ്കീർണമായ ഘട്ടത്തിലേക്ക് പോവുകയാണ്. യെസ്, അതേസമയം തൃശൂർ തെക്കുംകര മേലില്ലത്താണ് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. സൂരജ് സജി വിവരങ്ങൾ നൽകും. സൂരജ്, അത് സ്ഥിരമായി കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന ഒരു മേഖലയാണോ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? വിജയകുമാർ, തീർത്തും ഇതൊരു ജനവാസ മേഖലയാണ്. അടുത്ത കാലത്തൊന്നും തന്നെ ഈ കാട്ടാന ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പക്ഷേ വീണ്ടും കാട്ടാന ഈ മേഖലയിലേക്ക് ഇറങ്ങി തുടങ്ങിയതോടുകൂടി വലിയ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ഈ കാട്ടാന വനമേഖലയോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കണമെന്ന് ഏറെക്കാലമായി ഇവർ ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ ഫെൻസിംഗ് ഒന്നും തന്നെ ഇല്ല. രാത്രികാലങ്ങളിൽ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാട്ടാന ഈ ജനവാസ മേഖലയിലെ പ്ലാവിൽ നിൽക്കുന്ന ചക്കകളടക്കം ഈ പറിച്ച് താഴെ ഇടുകയും പിന്നീട് അത് ഭക്ഷിച്ച ശേഷമാണ് മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ, അതായത് മാസങ്ങൾക്ക് മുമ്പ് ഈ മേഖലയിൽ ഈ കാട്ടാന ഇറങ്ങിയതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന വാഴകൃഷി അടക്കം ഈ കർഷകർ ഈ മേഖലയിൽ അവസാനിപ്പിച്ചതാണ്. പക്ഷേ ഈ വേനൽ അടുത്തതോടുകൂടി ഈ മച്ചാട് വനമേഖലയിൽ ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളമൊന്നും കിട്ടാതായതോടുകൂടി വീണ്ടും ഈ കാട്ടാനകൾ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ ഈ മേഖലയിൽ ഷാജി എന്ന് പറയുന്ന ആളുടെ പറമ്പിലേക്കാണ് ഈ കാട്ടാന എത്തുന്നത്. സമീപത്തെ വീട്ടിലുണ്ടായിരുന്നവർ ഈ കാട്ടാനയെ ശബ്ദമുണ്ടാക്കി അവിടെ നിന്ന് ഈ മേഖലയിൽ നിന്ന് മാറ്റി. പക്ഷേ ഇത് പിന്നാലെ ഈ കാട്ടാനക്കൂട്ടം എത്തുന്ന ഒരു കൃഷിഭൂമിയിലേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന 25-ലധികം വാഴകൾ ഈ കാട്ടാനക്കൂട്ടം നശിപ്പിക്കുന്നു. അതിനുശേഷം വീണ്ടും ആളുകൾ പടക്കം പൊട്ടിച്ചതോടുകൂടിയാണ് ഈ കാട്ടാന വീണ്ടും കാട് കയറുന്നത്. എന്തായാലും ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തിയതോടുകൂടി മേഖലയിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വാഴാനി ഡാമിന്റെ മേഖലയിലെല്ലാം തന്നെ കാട്ടാനക്കൂട്ടം ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതോടുകൂടി ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും ഉൾവനത്തിലെത്തി വനവിഭവങ്ങൾ പോലും ശേഖരിക്കാൻ കഴിയാത്ത എന്തായാലും പ്രതിസന്ധി അതിരൂക്ഷമാണ്. തൃശൂർ തെക്കുംകര മേലില്ലത്താണ് കാട്ടാന കൃഷി നശിപ്പിച്ചത്. ഇടുക്കിയിലും പാലക്കാട്ടും തൃശ്ശൂരിലും വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ഉണ്ടാക്കുന്ന സംഘർഷങ്ങൾ, പ്രശ്നങ്ങൾ അത് തുടരുകയാണ്. വിശദാംശങ്ങളാണ് വിവിധ ബ്യൂറോകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.